നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ് ബാരിഷ് മേ എന്ന് പറയുന്ന നരേഷ് സക്സേനയുടെ പ്രസിദ്ധമായ ഒരു കവിതയാണ്. കർഷകരുടെയും അവരുടെ ദയനീയമായ അവസ്ഥയുമാണ് ഇസ് ബാരിഷ് മേ എന്ന കവിതയിലൂടെ നരേഷ് സക്സേന എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി വർണ്ണിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ ജനിച്ച നരേഷ് സക്സേന കർഷകരുടെ ദയനീയ അവസ്ഥകൾ തൻ്റെ കവിതകളിലൂടെ വർണ്ണിക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. കൃഷി നഷ്ടപ്പെട്ട കർഷകർ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇസ് ബാരിഷ് മേ എന്ന കവിതാ ഭാഗം. ആദ്യം നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ उसी के पास अब मेरी बारिश भी चली गई. अब जो गिरती हैं खाली घटाएं, अब जो गिरती हैं खाली घटाएं उसी के लिए गिरती है. कूकती हैं कोयलें उसी के लिए, कूकती हैं कोयलें उसी के लिए उड़ती है धरती के सीने से सौंधी सुगंध. कूकती हैं कोयलें उसी के लिए उड़ती है धरती के सीने से सौंधी सुगंध. अब नहीं मेरे लिए हल नहीं बैल नहीं, हल नहीं बैल नहीं, गेतों की घेल नहीं, गेतों की घेल नहीं, एक हरी बूंद नहीं, तोते नहीं ताल नहीं, नदी नहीं आर्द्र नक्षत्र नहीं, तोते नहीं ताल नहीं, नदी नहीं आर्द्र नक्षत्र नहीं, गजरी मल्लार नहीं मेरे लिए. जिसकी नहीं कोई ज़मीन उसका नहीं कोई आसमान, जिसकी नहीं कोई ज़मीन उसका नहीं कोई आसमान. अगली फसल होते ही सब खर्च चुका कर दूंगा, अगली फसल होते ही सब चुकता कर दूंगा. अब तो मेरी झूठी ये गुजारिश भी चली गई, अब तो मेरी झूठी ये गुजारिश भी चली गई. उसी के पास अब मेरी बारिश भी चली गई. കർഷകരുടെ വേദനയിൽ നമ്മളെ കൊണ്ടുചെല്ലുന്ന ഈ കവിത എന്താണ് കവി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അന്നദാതാക്കളായ കർഷകർ ഇന്ന് തൻ്റെ കൃഷിയിടം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് കവി പറയുന്നത്. വരികളിലേക്ക് പോകാം. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ, ആരുടെ കൈകളിലേക്കാണോ എൻ്റെ ജമീൻ എൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു പോയത്. കർഷകൻ പറയുകയാണ്, ആരുടെ കൈകളിലേക്കാണോ മേരി ജമീൻ എൻ്റെ ഭൂമി എൻ്റെ മണ്ണ് എൻ്റെ കൃഷിയിടം നഷ്ടപ്പെട്ടു പോയത്. ഉസി കെ പാസ് അവരുടെ കൈകളിലേക്ക് തന്നെ. അബ് മേരി ബാരിഷ് ബി ചലി ഗയി, ഇന്ന് എൻ്റെ മഴയും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. ഉസി കെ പാസ് അവരുടെ കൈകളിലേക്ക് തന്നെ. അബ് മേരി ബാരിഷ് ഇന്ന് എൻ്റെ മഴയും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അബ് ജോ ഗിർത്തി ഹെ, ഇപ്പോൾ ഗിർത്തി ഹെ വലയം ചെയ്യുന്ന ഉരുണ്ടുകൂടുന്ന കാലി ഘട്ടായം കാർ മേഘങ്ങൾ പോലും, ഇപ്പോൾ വലയം ചെയ്യപ്പെടുന്ന കാർ മേഘങ്ങൾ, ആകാശത്തിൽ വലയം ചെയ്യുന്ന കാർ മേഘങ്ങൾ പോലും ഉസി കെ ലിയെ ഗിർത്തി ഹെ, അവർക്ക് വേണ്ടി തന്നെ വലയം ചെയ്യുന്നതായിട്ട് കവി പറയുന്നു. ഉസി കെ ലിയെ അവർക്ക് വേണ്ടി തന്നെ വലയം ചെയ്യുന്നു. കൂക്തി ഹെ കോയലേ, കുയിലുകളുടെ നാദങ്ങളും കുയിലുകളുടെ പാട്ടുകളും ഉസി കെ ലിയെ അവർക്ക് വേണ്ടി തന്നെ. കോയലേ കുയിലുകൾ, കൂക്തി ഹെ പാടുന്നതും ഉസി കെ ലിയെ അവർക്ക് വേണ്ടി തന്നെയാവും. ഉസി കെ ലിയെ ഉടുത്തി ഹെ അവർക്ക് വേണ്ടി ഉയരുന്നു. ഉസി കെ ലിയെ ഉടുത്തി ഹെ അവർക്ക് വേണ്ടി ഉയരുന്നു. ധർത്തി കെ സീനെ സെ, മണ്ണിൻ്റെ മാറിൽ നിന്നും സൗന്ദി സുഗന്ധ്, മണ്ണിൻ്റെ ഗന്ധം. ഉസി കെ ലിയെ ഉടുത്തി ഹെ അവർക്ക് വേണ്ടി ഉയരുന്നു. മണ്ണിൻ്റെ മാറിൽ നിന്നും സൗന്ദി സുഗന്ധ്, മണ്ണിൻ്റെ ഗന്ധവും. അബ് നഹി മേരെ ലിയെ, ഇപ്പോൾ എനിക്കില്ല. അബ് നഹി ഇപ്പോൾ ഇല്ല. മേരെ ലിയെ എനിക്ക് വേണ്ടി. എന്താണ്? ഹൽ നഹി ബേൽ നഹി. ഹൽ കലപ്പകളോ ഓർ ബേൽ കാളകളോ. കർഷകരുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കലപ്പകളും കാളകളും, ചിത്രങ്ങളിൽ കാണുന്ന കലപ്പകളും കാളകളും കൊണ്ട് കർഷകർ നിലമൊഴുതിരുന്നു. അബ് മേരെ ലിയെ നഹി, അവ എനിക്ക് വേണ്ടിയില്ല. ഹൽ ഓർ ബേൽ, കലപ്പയും കാളയും. ഗേത്തോം കി ഗൈൽ നഹി,
പാടവരമ്പുകളും, പാടത്ത് വരമ്പുകളുണ്ടാവും, ആ വരമ്പുകളും അബ് മേരെ ലിയേ നഹി, ഇപ്പോൾ നഹി, എനിക്കില്ല. ഗേത്തോം കി ഗൈൽ, പാടത്തിലെ ഗൈൽ വരമ്പുകളും മേരെ ലിയേ നഹി. ഏക് ഹരി ബൂന്ത് നഹി, അതുപോലെ ഹരി ബൂന്ത്, ഹരി ബൂന്ത് എന്താണ്? ശുദ്ധമായ വെള്ളം. ഹരി ബൂന്ത് ശുദ്ധമായ വെള്ളം, തണുത്ത ഒരു തുള്ളി വെള്ളം പോലും മേരെ ലിയേ നഹി, എനിക്കില്ല. തോത്തേ നഹി, തത്തകളോ, താൽ തടാകങ്ങളോ, താലാബുകളോ, കുളങ്ങളോ, നദി നദികളോ, ആർദ്ര നക്ഷത്ര, ആർദ്ര നക്ഷത്രങ്ങളിൽ നിന്ന് തിരുവാതിര നക്ഷത്രങ്ങൾ, ആതിര നക്ഷത്രങ്ങൾ. ആർദ്ര നക്ഷത്രം എന്താണ്? ആതിര നക്ഷത്രം അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രം. ഗജരി മല്ലാർ നഹി, അതുപോലെ ഗജരി മല്ലാർ, മല്ലാർ ഗീതകളും, കർഷകരുടെ പാട്ടുകളെയാണ് ഗജരി മല്ലാർ എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് കർഷകർക്ക് നഷ്ടപ്പെട്ടു പോയത്? തോത്തെ തത്തകൾ, താൽ കുളങ്ങൾ, നദി നദിയാം, ആർദ്ര നക്ഷത്ര തിരുവാതിര നക്ഷത്രങ്ങൾ, ഗജരി മല്ലാർ അവരുടെ മനോഹരമായ പാട്ടുകൾ, ഗജരി മല്ലാർ. ഇതെല്ലാം കർഷകരുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. കൃഷിയുടെ സമയത്ത് ഇതെല്ലാം അവരുടെ സ്വന്തമായിരുന്നെങ്കിൽ ഇതെല്ലാം ഇന്ന് അവരിൽ നിന്നും അകന്നു പോയതായി കവി പറയുന്നു. ജിസ്കി നഹി കോയി ജമീൻ, ആർക്കാണോ ജമീൻ ഭൂമി തന്നെ ഇല്ലാതാകുന്നത്, ഉസ്കാ നഹി കോയി ആസ്മാൻ, അവർക്ക് ആസ്മാൻ ആകാശത്തിൻ്റെ ഛായ പോലും നഷ്ടപ്പെടുന്നു. ജിസ്കി നഹി കോയി ജമീൻ, ആർക്കാണോ ജമീൻ ഭൂമി തന്നെ ഇല്ലാതാകുന്നത്, കവി പറയുന്നു ഉസ്കാ നഹി കോയി ആസ്മാൻ, അവർക്ക് ആകാശത്തിൻ്റെ തണലുകളും നഷ്ടപ്പെട്ടു പോകുന്നു. അഖലി ഫസൽ ഹോത്തേ ഹി, അടുത്ത വിളവുണ്ടാകുമ്പോൾ സബ് ചുക്താ കർ ദൂങ്ക, എല്ലാ കടവും വീട്ടി തീർക്കാമെന്ന. അഖലി ഫസൽ ഹോത്തേ ഹി, അടുത്ത വിളവിന് സബ് ചുക്താ കർ ദൂങ്ക, എല്ലാ കടവും വീട്ടാമെന്ന. അബ് തോ മേരി ജൂട്ടി ഗുസാരിസ്, ഇപ്പോൾ എൻ്റെ ജൂട്ടി ഗുസാരിസ്, കളവായ അപേക്ഷകൾ, ജൂട്ടി ഗുസാരിഷ് കളവായ അപേക്ഷകൾ പോലും ചലി ഗൈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അഖലി ഫസൽ ഹോത്തേ ഹി, അടുത്ത വിളവുണ്ടാകുമ്പോൾ സബ് ചുക്താ കർ ദൂങ്ക, എല്ലാ കടവും വീട്ടി തീർക്കാമെന്ന. അബ് യെ മേരി ജൂട്ടി ഗുസാരിഷ്, എൻ്റെ തെറ്റായ അപേക്ഷകളും കളവായ അപേക്ഷകളും അബ് ചലി ഗൈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഉസി കെ പാസ്, അവരുടെ കൈകളിലേക്ക്. അബ് മേരി ബാരിഷ് ബി ചലി ഗൈ, ഇപ്പോൾ എൻ്റെ മഴയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിരാശനായ കർഷകൻ പറയുന്നു ഉസി കെ പാസ്. ആരാണ് ഈ ഉസി കെ പാസ് എന്നതുകൊണ്ട് കവി പറയുന്നത്? കർഷകരുടെ ഭൂമി പിടിച്ചടക്കിയ ജന്മികളെയാണ് കവി ഉസി കെ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. അമീർ ലോക്, ധനികരായ ആളുകൾ അവരുടെ ഭൂമി അവരിൽ നിന്നും പിടിച്ചടക്കിയിട്ട് തങ്ങളുടെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. കൃഷിയെ സ്നേഹിച്ചിരിക്കുന്ന, കാർഷിക വൃത്തിയെ സ്നേഹിച്ചിരിക്കുന്ന കർഷകർ ഇന്ന് നിരാശരാണ്. മഴയിൽ നിന്ന് വരുന്ന മണ്ണിൻ്റെ ഗന്ധമോ അവർക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് ഈ കവിതയിലൂടെ നമ്മൾ പറയുന്നു. എല്ലാവരും കവിത കേൾക്കുക.